അപ്പോൾ നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. നമ്മൾ കാലിക്കറ്റ് ടു കൊച്ചിയിൽ നിന്ന് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് കയറി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഴിച്ച ഫുഡൊക്കെയാണ്. ആദ്യം നമ്മൾ നോർമലിലായിരുന്നു, പിന്നെയാണ് AC കോച്ചിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ചൂടെടുത്ത് പുഴുങ്ങിയപ്പോഴാണ് നമ്മൾ AC കോച്ചിലേക്ക് സീറ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ കാഴ്ചകൾ കണ്ടു. നമ്മൾ അവിടെ എത്തി, കൊച്ചിയിലെത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. നമ്മളവിടെ പോയി നമ്മളെ ലഗേജൊക്കെ കാർട്ടിൽ വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ആൾക്കാരൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏജൻസി വഴിയാണ് പോണത്. അങ്ങനെ നിന്ന് തിരിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് സ്നാക്സൊക്കെ കഴിക്കാൻ വിചാരിച്ചു. നമ്മൾ സ്നാക്സൊക്കെ കഴിക്കാൻ പോവുകയായിരുന്നു. എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചാനലിൽ കയറി നോക്കിയാൽ മതി. നമ്മൾ എന്താ പറയുക, സ്നാക്സ് കഴിക്കാൻ വേണ്ടി പോവാണ്. സ്നാക്സ് കഴിച്ചത് ഇട്ടത് കൊണ്ട് ഞാൻ ഇതിൽ വീണ്ടും റിപ്പീറ്റാക്കി ഇടുന്നില്ല കേട്ടോ. നമ്മൾ ചെക്കിങ്ങിലേക്ക് വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെക്കിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സ്കാനിങ്ങൊക്കെ നടത്തി ലഗേജ് അവർ കൊണ്ടുപോയി. ആൻഡ് നമ്മൾ പോകുന്ന വഴിക്ക്, നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന വഴിക്ക് അവിടെ എയർപോർട്ടിൽ തന്നെ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. നല്ല എസ്തെറ്റിക് ബുക്സ് അല്ലേ, പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും വാങ്ങിച്ചിട്ടുമില്ല. അത് ഹാൻഡിക്രാഫ്റ്റാണ് കേട്ടോ, ഹാൻഡ് മെയ്ഡാണത്. അങ്ങനെ നമ്മുടെ പേളിമണി ചേച്ചി ഉണ്ട് അവിടെ, 2 സ്ഥലത്തുണ്ട്. അവരുടെ ഫോർച്യൂൺ ട്രിപ്സിൻ്റെ ആഡാണത്. അതൊക്കെ കഴിഞ്ഞതാ നമ്മുടെ കുലാലംപൂർ ടു കൊച്ചി ടു കുലാലംപൂർ ഫ്ലൈറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുലാലംപൂർ ടു സിംഗപ്പൂരാണ് പോണത്. ടച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുക്കും. നമ്മൾ ഫ്ലൈറ്റ് ഡിലേ ആണെന്നാണ് പറഞ്ഞത്. ഇതാരാന്ന് നോക്കൂ ഗൈസ്. ആ ആളുടെ പേര് കമൻറ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകണതാ. ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഫുൾ എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ്. എക്സൈറ്റ്മെൻറ്റ് കൂടിപ്പോയെന്നൊരു സംശയം. നമ്മൾ കയറാൻ പോവുകയാണ് ഗൈസ്. ഇതാ അടുത്തടുത്ത് വന്നിരിക്കുന്നു. എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു വിൻഡോ സീറ്റ് ആദ്യം കിട്ടിയെന്ന്, പക്ഷേ വിൻഡോ സീറ്റ് അല്ല ഗൈസ്, എനിക്ക് സെക്കൻഡ് സീറ്റാണ് കിട്ടിയത്. അപ്പി ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പം ഞാനിങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ലൈക്ക് പൊന്തുന്ന ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ പറ്റിയില്ല ഗൈസ്. ബിക്കോസ് എനിക്ക് ചെവി വേദന വന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തം എടുക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആയപ്പോഴത്തേക്കും സ്പീഡ് കൂടി പൊന്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് സ്കൂളൊക്കെ തുറക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് എയർ ഹോസ്റ്റസ് തന്നതാണ്. നമ്മളെ ഏഷ്യ ട്രാവൽസ് ആണ്.